കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിലൊക്കെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നമ്മളെ വല്ലാതെ ആലോചനപ്പെടുന്നു. കാരണം വയലൊക്കെ നികത്തി ദേശീയപാത കടന്നു പോകുമ്പോൾ ഈ അടിയിലെ മണ്ണ് ഉറച്ച മണ്ണല്ലാത്തതുകൊണ്ട് അത് ഇളകുന്നു. പല പല പ്രശ്നങ്ങൾ. കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് ദേശീയപാത 66-ൻ്റെ വികസനം. അതിൻ്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ഇതുവരെ സംഭവിച്ചത് 15-ലധികം തകർച്ചകളോ അപകടങ്ങളോ ആണ്. ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥയും കരാറുകാരുടെ വീഴ്ചകളും അപകടത്തിന് കാരണമാകുന്നു എന്നാണ് പലപ്പോഴും വിമർശനമായി ഉയരുന്നത്. ദേശീയപാത ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഭവിച്ച പ്രധാനപ്പെട്ട അപകടങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുകയാണ്. കാര്യം ഇനിയും അപകടങ്ങൾ സംഭവിക്കുമെന്ന ആശങ്ക കൊണ്ടാണ് നമ്മൾ ഈ സംഭവിച്ച അപകടങ്ങളിലൂടെ ഒരു തിരിച്ചുപോക്ക് നടത്തുന്നത്. മാർച്ച് 3 ആലപ്പുഴ ബൈപ്പാസ് മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനിടെ ഗർഡറുകൾ തകർന്നു വീണ് തലനാരിഴയ്ക്ക് വലിയ അപകടം ഒഴിവാകുകയായിരുന്നു. 4 ഗർഡറുകളാണ് തകർന്നു വീണത്. കളക്ടറും ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ശേഷം മെയ് 19 മലപ്പുറം കൂരിയാടിൽ 50 അടി ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ 6 വരിപ്പാത തകർന്നു വീണു. സർവീസ് റോഡ് അടുത്തുള്ള വയലിലേക്ക് തള്ളിപ്പോകുന്ന തരത്തിലുള്ള മണ്ണിടിച്ചിലാണ് സംഭവിച്ചത്. അപകടത്തിൽ അന്ന് 5 പേർക്ക് പരിക്കേൽക്കുകയും 3 കാറുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ദേശീയപാത നിർമ്മാണത്തിനിടെ കേരളത്തിൽ സംഭവിക്കുന്ന ആദ്യത്തെ വലിയ അപകടമായിരുന്നു അത്. അപകടത്തെ തുടർന്ന് കരാറുകാരെ ഡീബാർ ചെയ്തു. വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടുകയും കേന്ദ്ര സർക്കാർ 3-അംഗ സമിതിയെ അന്വേഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 9 തൃശൂർ കോതപ്പറമ്പിൽ ദേശീയപാതയ്ക്ക് സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനിടെ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. കേരളത്തെ നടുക്കിയ അപകടം നടക്കുന്നത് നവംബർ മാസമാണ്. ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപാതയിൽ നിന്ന് ടൺ കണക്കിന് ഭാരമുള്ള കോൺക്രീറ്റ് ഗർഡർ താഴേക്ക് വീണു. അതിലെ കടന്നുപോയ പിക്കപ്പ് വാനിലേക്കാണ് ഗർഡർ വീണത്. പിക്കപ്പ് വാനിലെ ഡ്രൈവർ രാജേഷിന് ഗർഡറിനടിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു. വലിയ വിമർശനമാണ് അപകടത്തെ തുടർന്ന് ഉയർന്നത്. ഏറ്റവും ഒടുവിൽ കൊല്ലം കൊട്ടിയത്തും റോഡ് തകർന്നു വീണിരിക്കുന്നു. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ദേശീയപാതയുടെ സുരക്ഷാ ഭിത്തി ഇടിയുകയായിരുന്നു. സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി. തലനാരിഴക്കാണ് വലിയ അപകടം ഒഴിവായത്. റിസർച്ച് ഡെസ്ക് 24. കൊല്ലം കൊട്ടിയത്ത് മയിലക്കാട്ടുണ്ടായ അപകടം നമ്മളെ വളരെ ആശങ്കപ്പെടുന്ന കാര്യം തന്നെയാണ്. കാര്യം ഒരു വയൽപ്പാടങ്ങൾക്ക് നടുവിലൂടെയാണ് ഈ NH പാഞ്ഞു പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ അപകടത്തിന്റെ ദൃശ്യങ്ങളൊക്കെ ഇന്നലെ വന്നപ്പോൾ നമ്മൾ ഒന്ന് നടുങ്ങി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.